ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തികച്ചും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സൽ ബിഗിനറിന് വേണ്ടുന്ന അല്ലെങ്കിൽ എക്സൽ ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നിക്കുകളെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എക്സൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്ക്രീൻ കാണുക സിസ്റ്റത്തിൻ്റെ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാർ ഉണ്ട്. ആ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ എക്സൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ബ്ലാങ്ക് വർക്ക് ഷീറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ബ്ലാങ്ക് വർക്ക് ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഒരു സ്പ്രെഡ് ഷീറ്റാണ്. അപ്പം ഇതിൽ ABCD ഇങ്ങനെയുള്ള വെർട്ടിക്കലായിട്ടുള്ളതിനെ നമ്മൾ കോളംസ് എന്നും അതേപോലെ 1 2 3 4 ഇങ്ങനെയുള്ളതിനെ റോസ് എന്നുമാണ് പറയുക. അപ്പം ഫോർ എക്സാമ്പിൾ കോളം D ആൻഡ് റോ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെല്ലായിരിക്കും വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും D5 അതെന്ന് പറയുന്ന ആ ഒരു സെല്ലിൻ്റെ നമ്പറാണ്. ഓക്കെ, ഇപ്പം അതല്ല, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് തന്നെ വേറൊരു പുതിയ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഫയലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ല, ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെയിം ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ സേവ് ആസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്തിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ പേര് കൊടുക്കാവുന്നതാണ് ആ ഫയലിൻ്റെ, ആൻഡ് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് ഒരു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇനി ഓരോ ഫങ്ഷനാലിറ്റീസ് ആയിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ ന്യൂ ഫയൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇപ്പം ഇതിൽ നമുക്ക് കുറച്ച് ഡേറ്റാസ് ഉണ്ടെന്ന്. ഇപ്പം ഞാനൊരു സാമ്പിൾ ഡേറ്റ കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇത്രയും സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എനിക്ക് കോപ്പി ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഈസി ആയിട്ട് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് Ctrl+C ആണ്. Ctrl+C ചെയ്ത് കഴിയുമ്പോൾ കോപ്പി ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ഫയലിലോട്ട് പോയി Ctrl+V അടിച്ചു കഴിഞ്ഞപ്പോൾ അത് അവിടെ പേസ്റ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു 21 കമ്പനീസിൻ്റെ നെയിം ഉണ്ട്. അതുപോലെ ആ കമ്പനീസ് ഏത് ഇൻഡസ്ട്രിയിലാണെന്നുണ്ട്. ആ കമ്പനീസിൻ്റെ എംപ്ലോയീസിൻ്റെ കൗണ്ട് ഉണ്ട്. ഓക്കെ, കമ്പനി നെയിം, അതിൻ്റെ ഇൻഡസ്ട്രി, എംപ്ലോയി കൗണ്ട്. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇതിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര റോസ് ഡേറ്റ ഫിൽഡ് ആണ്, അല്ലെങ്കിൽ എത്ര സെൽസ് ഓഫ് ഡേറ്റ ഉണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കൗണ്ട് ഉണ്ടെന്നുള്ളത്. ഓക്കെ, സെയിം ഇപ്പോൾ റോയിലാണെങ്കിലും നിങ്ങൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം അതാണ് ഒരു കാര്യം. അടുത്തത് വരുന്നത്, അപ്പം നമ്മൾ കോപ്പി എങ്ങനെ ഫയൽ ഓപ്പൺ ചെയ്യാമെന്ന് പഠിച്ചു, എങ്ങനെ കോപ്പി ചെയ്യാം, എങ്ങനെ പേസ്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചു. അടുത്തത് നിങ്ങൾക്കൊരു കോളമോ റോയോ എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഡേറ്റയുടെ കൂടെ ഒരു കോളം കൂടി ബിക്കും സിയുടെയും ഇടയിൽ ആഡ് ചെയ്യണം. ഇപ്പം അത് ജസ്റ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ ലൊക്കേഷൻ, ആ കമ്പനി എവിടെയാണെന്നുള്ളൊരു ലൊക്കേഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ലൊക്കേഷൻ ആഡ് ആവും. അതേപോലെ തന്നെ എനിക്കൊരു എക്സ്ട്രാ കമ്പനി കൂടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് 5ൻ്റെ 6ൻ്റെ ഇടയ്ക്ക് എനിക്കൊരു എക്സ്ട്രാ കമ്പനിയും കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ റോയുടെ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പുതിയൊരു റോ ഫോം ആയി വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ അതാണ് അങ്ങനെയുള്ള ഇൻസേർട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഞാനൊരു ലൊക്കേഷൻ അടിക്കുകയാണ്, കൊച്ചി. അപ്പം ഈ സെയിം കൊച്ചിയിൽ ഈ കമ്പനീസ് എല്ലാം കൊച്ചിയിലുണ്ടെന്നിരിക്കട്ടെ. അപ്പം ഈ ഓരോ സെല്ലിലും കൊച്ചി എന്ന് ഞാൻ ഇത് ചെയ്യുന്നതിന് പകരം ഇവിടെ നിങ്ങൾ ഈ ഒരു പ്ലസ് മാർക്ക് വരുന്നുണ്ടോ, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് സെൽസിലും, അതായത് ആ കോളം കംപ്ലീറ്റ് ആയിട്ട് ആ വാല്യൂ ആവുന്നതാണ്. ഓക്കെ, അടുത്തതാണ് നിങ്ങൾക്ക് ഇതാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡേറ്റ ഉണ്ട്. ഇനി നമുക്കിത് കുറച്ചൊന്ന് ഫോർമാറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പ്രസൻറ്റബിൾ ആക്കണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പറയുന്നതാണ് റിബൺ. അപ്പം ഇതെന്ന് പറയുന്നത് ഹോം റിബൺ. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇൻസേർട്ട് റിബൺ. അപ്പോൾ ഈ റിബണിൻ്റെ അകത്ത് ഓരോ ഫംഗ്ഷനാലിറ്റീസും ഗ്രൂപ്പിലായിരിക്കും. ഇപ്പം ഇത് ബോർഡേഴ്സ് ആണ്. അപ്പോൾ ഈ ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ ഇത്രയും ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഗ്രൂപ്പ് ആക്കിയിട്ടായിരിക്കും ഈ റിബൺസിൽ കൊടുക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾ ബോർഡേഴ്സ് സെലക്ട് ചെയ്തു. സീ ദ ഡിഫറൻസ് കണ്ടോ. ഇപ്പം ഇങ്ങനെ നമ്മുടെ എല്ലാ ഡേറ്റയ്ക്കും ബോർഡേഴ്സായി. അടുത്തതാണ് നമുക്ക് ഇത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് ബോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ബോൾഡ് ഓപ്ഷൻ ഉണ്ട്. ഇറ്റാലിക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ല, ഇപ്പം നമുക്ക് ഇത് ടൈറ്റിലാണല്ലോ, അപ്പോൾ അതിന് കുറച്ച് വേറെ കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ
ഈ ഫില്ലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കിട്ടും. ഞാൻ ഈ ഒരു കളർ ഫില്ല് ചെയ്തു. അപ്പം ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ മറ്റേതിനേക്കാളും കുറച്ചുകൂടെ പ്രസൻറ്റബിൾ ആയില്ലേ. ഇനി എനിക്കിതിൻ്റെ സൈസ് കുറച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സൈസ് കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രത്യേകം സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളാണെങ്കിൽ ഈ ഫസ്റ്റ് സെക്കൻഡ് റോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോണ്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഫോണ്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ഒരു പ്രത്യേക ഫോർമാറ്റിലോട്ടാക്കണം ഈ കംപ്ലീറ്റ് ഡാറ്റ. ഇവിടെ നമുക്ക് ഒരു റാൻഡം ഡാറ്റ ബോൾഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സെയിം ഫോർമാറ്റിലോട്ട് ഇതെല്ലാം ആക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോർമാറ്റ് പെയിൻറ്റർ ഉണ്ട്. ആ ഫോർമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് അത് അത്രയും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, അതെല്ലാം ആ ഒരു ഫോർമാറ്റിലോട്ട് വന്നു. ഓക്കെ, അതാണ് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനിപ്പം അത് ബാക്ക് സ്പേസ് അടിക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൺട്രോൾ സി അടിച്ചു കഴിയുമ്പോൾ, കൺട്രോൾ സി അല്ല, സി ഫോർ കോപ്പി, സെഡ് അടിച്ചു കഴിയുമ്പോൾ നമുക്കിത് അൺഡു ആവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് വരുന്നതാണ്, ഇപ്പം നമ്മൾ പുതിയൊരു ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് പഠിച്ചു. അതേപോലെ കോപ്പി എങ്ങനെ ചെയ്യാം, പേസ്റ്റ് എങ്ങനെ ചെയ്യാം, അതേപോലെ ഒരു സെല്ലിലുള്ള വാല്യൂസ് താഴേക്ക് എങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഇനിയും നിങ്ങൾക്കിതെല്ലാം മറ്റൊരു കാര്യമുള്ളത്, എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്കിതൊന്നും വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പം ഇങ്ങനെ ഒരു ഡാറ്റയാണ് നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ, പൊതുവേ നമ്മൾ ഓൾറെഡി ഡാറ്റ ഉള്ളൊരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ആയിരിക്കും കാണുക. അപ്പോൾ ഇതെങ്ങനെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്തൊരു 10 കോളംസ് ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 100 റോസ് ഉണ്ടെന്നിരിക്കട്ടെ. ഓരോന്നും നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതിന് പകരമുള്ളൊരു ഷോർട്ട് കട്ടാണ് ഇവിടെ. അതായത് ഈ കോളത്തിൻ്റെയും റോസിൻ്റെയും ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഏതെങ്കിലും കോളത്തിൻ്റെ ആ ഒരു ബോർഡറിൽ കൊണ്ടുപോയി ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം എക്സ്പാൻഡ് ആവുന്നതാണ്. സെയിം ഈസ് ആപ്ലിക്കബിൾ ഫോർ റോസ് ആസ് വെൽ. ഇതെല്ലാം കൂടി നമുക്ക് സെലക്ട് ചെയ്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങളാണ് റോ ഇങ്ങനെയാണ്, ഈ റോസ് ഇങ്ങനെയാണ് കിടക്കുന്നിരിക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് 2 കഴിഞ്ഞാൽ 4 ആണ് കാണാൻ പറ്റുന്നത്, 3 അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെറിയൊരു ഐഡിയ ഉണ്ടെന്ന്, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു റോയിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം വിസിബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, അടുത്തതാണ് ഇനി നമുക്ക് ഇതെങ്ങനെ റാപ്പ് ചെയ്യാം എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നാണല്ലോ റോ നമ്പർ 7-ൽ, അതേപോലെ കോളം നമ്പർ B-യിൽ കിടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചധികം ഡാറ്റ ഉണ്ടെന്നിരിക്കട്ടെ, അത് എന്തോ ആയിക്കോട്ടെ, കുറച്ചധികം ഡാറ്റ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു സെല്ലിലോട്ട് ഇതുണ്ട്, ഇതിപ്പം അൺറീഡബിളാണ്. അപ്പം നിങ്ങളിത് എക്സ്പാൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പക്ഷെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടി പോകും. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് നമുക്ക് ഇതെല്ലാം കൂടി ഈ ഒരു സെല്ലിലോട്ട് റാപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് റോയുടെ സൈസ് കൂട്ടിയിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ആ ഒരു കോളത്തിലായിട്ട് റാപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് ഇപ്പം മെർജ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം എനിക്കൊരു എക്സ്ട്രാ റോ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഹെഡിങ് എന്ന് പറയുന്നത് കമ്പനി ഡീറ്റെയിൽസ്. കമ്പനി ഡീറ്റെയിൽസ് എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ഡാറ്റയുടെ നെയിം. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം ഒന്നാമത്തെ കോളത്തിൽ മാത്രം, അതായത് ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളത്തിൽ മാത്രമാണ് കിടക്കുന്നത്. അപ്പം ഇതെനിക്ക് ഒരു സെൻട്രലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇത്രയും സെൽസ് കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരൊറ്റ സെല്ലായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു റോസിന് മാത്രം ഇത് ബാധകമായിട്ടുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഹെഡിങ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ, എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡാഷ്ബോർഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പോൾ അതിനൊരു ഹെഡിങ് ഒക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഫങ്ഷനാലിറ്റീസ് യൂസ്ഫുൾ ആവും. ഓക്കെ, അതാണ് റാപ്പ് ടെസ്റ്റ് ആൻഡ് മെർജ് ടു സെൻറ്റർ. ഇനി ഇപ്പോൾ നമുക്കിത് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിലോ അതേപോലെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയ പോലെ ആവും. ഓക്കെ, അപ്പം നമ്മളിപ്പം പുതിയൊരു ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കി, അതേപോലെ എങ്ങനെ കോപ്പി ചെയ്യാം, എങ്ങനെ പേസ്റ്റ് ചെയ്യാം, എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെ കോളംസ് റോസും ഇൻസേർട്ട് ചെയ്യാം, പിന്നെ എങ്ങനെ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എങ്ങനെ നമുക്ക് കോളംസ് മൂവ് ചെയ്യാം എന്നുള്ളത്. ഇപ്പം ഈ ഒരു കോളം എനിക്ക് ജിയിലോട്ട് മൂവ് ചെയ്യണം. അപ്പം ഒന്നുകിൽ എനിക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കട്ട് ഓപ്ഷൻ ഉണ്ട്. അതിന് ഒരു ഷോർട്ട് കട്ട് ഉള്ളത് കൺട്രോൾ എക്സ് ആൻഡ് കൺട്രോൾ B ആണ്. അപ്പോൾ കൺട്രോൾ X സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കട്ടായി ഇപ്പോൾ ജിയിൽ കൊണ്ടുവന്ന്
കൺട്രോൾ ബി ചെയ്ത് കഴിയുമ്പോൾ അത് പേസ്റ്റ് ആയി. അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പം അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാറ്റ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ഡാറ്റ ഇത് ഇത്ര സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടോ, ഇപ്പോൾ ഒരു പ്ലസ് സൈൻ വന്നത് കണ്ടില്ലേ? അപ്പോൾ ആ ഒരു പ്ലസ് സൈൻ, ആ ഒരു സൈനിൽ വന്ന മാറ്റം കണ്ടില്ല. അത്രയും നേരം ഒരു പ്ലസ് സൈൻ തന്നെയായിരുന്നു, ഇപ്പോൾ അത് കുറച്ചുകൂടെ വേറൊരു ഫോർമാറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് റോസിനും നമ്മൾ എന്തൊക്കെ കോളത്തിൽ ആപ്ലിക്കബിൾ ആവുന്നു അതെല്ലാം നമുക്ക് റോസിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ പേസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കലായിട്ട് ആണ് കിടക്കുന്നത്, അതായത് കോളത്തിലാണ് കിടക്കുന്നത്. ഈ സെയിം ഡീറ്റെയിൽസ് നിങ്ങൾക്കൊരു റോയിലാക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ സി, അതായത് കോപ്പി ചെയ്തു, എന്നിട്ട് ഈ ഒരു അതായത് 28th റോയിലാണ് എനിക്ക് ആ ഡീറ്റെയിൽസ് വേണ്ടുന്നത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 100, 50, 20, 30 താഴെയാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് 100, 50, 20, 30 ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് കിട്ടണം. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേസ്റ്റ് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവിടെ കൊണ്ട് ആ മൗസ് പോയിന്റർ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് പേസ്റ്റ് ആവുന്നതെന്ന് കാണാൻ പറ്റും. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാറ്റ ഇപ്പോൾ ഒരു കോളം നല്ല ഇതിപ്പോൾ എല്ലാം കൂടി വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എനിക്കത് ഹൊറിസോണ്ടലായിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പം ഫസ്റ്റ് സെറ്റ് ഓഫ് ബേസിക്സ് നമ്മൾ കവർ ചെയ്തു. അതായത് പുതിയൊരു ഫയൽ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം, ആൻഡ് കോപ്പി എങ്ങനെ ചെയ്യാം, പേസ്റ്റ് എങ്ങനെ ചെയ്യാം, എങ്ങനെ നമുക്കൊരു സെല്ലിലുള്ള കാര്യങ്ങൾ താഴേക്ക് ഡ്രാഗ് ചെയ്യാം, ആൻഡ് എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, നമുക്ക് കിട്ടുന്ന ഫയലിലെ ഡാറ്റ എക്സ്പാൻഡഡ് അല്ലെങ്കിൽ നമുക്കതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, അതേപോലെ ഒരു കോളം റോസ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതേപോലെ ഒരു കോളം അല്ലെങ്കിൽ റോസ് നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാം, എങ്ങനെ അത് ഫോർമാറ്റ് ചെയ്യാം, എങ്ങനെ മേർജ് ചെയ്യാം, റാപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ബേസിക്സിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇതാണ് മെയിൻലി എന്താണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം മറ്റൊരു കാര്യം ഇതിൻ്റെ ഒരു അഡീഷൻ ആയിട്ട് വരുന്നത്, ഇപ്പം നിങ്ങൾക്ക് 1, 2, 3, 4 ഇങ്ങനെ നിങ്ങൾ സീരിയൽ നമ്പർ ഇടുകയാണെന്നിരിക്കട്ടെ. അപ്പം ഇത് നിങ്ങൾ ഇപ്പം 1, 2, 3, 4, 5 വരെ പോയി. നിങ്ങൾക്ക് 100 വരെ ഉണ്ടെങ്കിൽ 100 വരെ ടൈപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതിന് പകരമുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് 7, 8, 9, 10. അതപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതെല്ലാം കൂടെ ഞാൻ സെലക്ട് ചെയ്തു. താഴെ നമ്മൾ ഈ പോയിന്റർ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ പ്ലസ് മാർക്ക് വന്നില്ലേ, ആ പ്ലസ് മാർക്ക് വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ അതവിടെ വരുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ബേസിക്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഓഫ് ബേസിക്സിലേക്ക് കടക്കാം. സോ ഗൈസ്, അടുത്ത രണ്ടാമത്തെ സെറ്റ് ഓഫ് ബേസിക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഫിൽറ്റർ അപ്ലൈ ചെയ്യാം, എങ്ങനെ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇതിൽ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പം അതെങ്ങനെ അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ എംപ്ലോയി കൗണ്ട് ഉണ്ടല്ലോ 100 and 50, അല്ലെങ്കിൽ ഇത് 3 100, 50 and 20 നമുക്കിത് ആഡ് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഈക്വൽ ടു 100 പ്ലസ് നമ്മൾ നമ്മുടെ കീബോർഡിൽ തന്നെ ടൈപ്പ് ചെയ്യുന്നതാണ് 50 പ്ലസ് 20. അത് കഴിഞ്ഞ് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി സമ്മ് കിട്ടുന്നതാണ്. ഈ സിമിലർലി ഈക്വൽ ടു 100 മൈനസ് 50 ഈക്വൽ ടു നമുക്കത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സിമിലർലി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ 20 സ്റ്റാർ ഇൻറ്റു 50, അപ്പോൾ നമുക്ക് 1000 എന്ന ആൻസർ കിട്ടും. അതേപോലെ നമുക്ക് ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 20 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് വാല്യൂസ് ആയിട്ട് തോന്നും. അതെ, വാല്യൂസ് തന്നെയാണ്. പക്ഷെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ, എന്നിട്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ശരിക്കും അവിടെ ആ ഫോർമുലയാണ് കിടക്കുന്നത്, അല്ലാണ്ട് ആ വാല്യൂ അല്ല. അതേപോലെ ഇവിടെ 1000 ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. അപ്പം നിങ്ങൾ അറിയാതെ ഈ കോളം റിമൂവ് ചെയ്തെന്നിരിക്കട്ടെ, ഡിലീറ്റ് ചെയ്യുന്നിരിക്കട്ടെ, ഇവിടുത്തെ വാല്യൂ മാറിയതുണ്ടോ? കാരണം നിങ്ങളവിടെ ഈക്വൽ ടു എന്ന് വെച്ചിട്ട് ആ കോളംസ് ആണ്, ആ സെൽസ് ആണ് റെഫർ ചെയ്തത്. അപ്പോൾ ആ റെഫറൻസേ അവിടെ ഇല്ല എന്നാണ് നമുക്ക് ഈ എറർ കാണിച്ചു തരുന്നത്.
അപ്പോൾ നമുക്ക് കൺട്രോൾ Z അടിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ Z ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തിരികെ വരും. എന്നിട്ട് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് ഫോർമാറ്റൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്യണം. കൺട്രോൾ C കോപ്പി ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ കോപ്പി ചെയ്യാം. എന്നിട്ട് ഇതേ കോളത്തിൽ തന്നെ പേസ്റ്റ് ചെയ്യുമ്പോൾ പേസ്റ്റ് ആസ് വാല്യൂസ്, ഇതിൽ പേസ്റ്റിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ വാല്യൂസ്, അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് വാല്യൂസ് ആയിട്ട് പേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ ശ്രദ്ധിച്ച് 170 തന്നെയാണ്, ആ ഫോർമുല അവിടെ നിന്ന് പോയി. ഇനി നമ്മൾക്ക് ഈ കോളം നമ്മൾ ഡിലീറ്റ് ചെയ്താലോ ആ വാല്യൂസ് അതേപടി അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. അപ്പം നമുക്ക് മറ്റൊരു രീതി ഉള്ളത്, ഇപ്പം 3 വാല്യൂസ് അല്ലെങ്കിൽ 4 വാല്യൂസ് നമ്മൾ എടുത്തത് കൊണ്ട് ആ 3 സെല്ല് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. വാട്ട് ഇഫ് വി ഹാവ് 1000 ഓഫ് റോസ് അല്ലെങ്കിൽ 1000 ഓഫ് കോളംസ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫോർമുലാസ് ഉണ്ട്, എക്സലിൻ്റെ അകത്തുള്ള കസ്റ്റം മെയ്ഡ് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു ചെയ്യുന്നതിൻ്റെ ലോജിക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫിൽട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഫിൽട്ടർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോളംസ് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ സോർട്ട് ആൻഡ് ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടർ ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല ഇനി വേണം നമുക്കിത് A to Z, ഇപ്പം നമ്മുടെ ഡേറ്റയിൽ ഒരുപാട് നമ്മൾ ഓരോ കോളത്തിൽ ഒരുപാട് ഇതുണ്ട്. ഇപ്പം ലൊക്കേഷൻ ആണെങ്കിൽ A to Z വരെയുള്ള എല്ലാ Z വരെയുള്ള എല്ലാ ലൊക്കേഷൻസും ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് അത് ഒന്ന് ABCD ആ ഓർഡറിലാക്കണം എന്നുണ്ടെങ്കിൽ സോർട്ട് A to Z യൂസ് ചെയ്യാം, അല്ലെങ്കിൽ Z to A ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഫിൽട്ടർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫിൽട്ടർ അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ എനിക്ക് ഈ IT സോഫ്റ്റ്വെയർ, IT ഓർ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ മാത്രമുള്ള എംപ്ലോയീസിൻ്റെ അക്കൗണ്ടാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു ലോജിക്ക് വന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്. അപ്പം ഞാനിവിടെ IT ഓർ സോഫ്റ്റ്വെയർ എന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ മൗസിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തൊരു 1000 ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ, സ്ക്രോൾ ഡൗൺ ചെയ്ത് സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ അല്ലാണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. IT ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു. എന്നിട്ട് ഇവിടെ അൺസെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ IT സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ടോട്ടൽ ഇത്രയും കമ്പനീസേ ഉള്ളൂ. നമുക്ക് അപ്പം അങ്ങനെയാണ് നമുക്ക് ഫിൽട്ടർ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനെ ഓരോ ഇൻഡസ്ട്രി നമുക്ക് സെലക്ട് ചെയ്യാം. ഈ സെയിം ഓപ്ഷൻ നമുക്ക് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ സം കാണണം എന്നിരിക്കട്ടെ. അപ്പോൾ സം കാണാനുള്ളൊരു ഓപ്ഷൻ ഈക്വൽ ടു സം. അപ്പോൾ നമുക്കിവിടെ സജഷൻ വരും. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഈ നമ്പേഴ്സ് എല്ലാം അവിടെ സെലക്ട് ചെയ്യുക. നമുക്ക് എത്രയാണോ സം കാണേണ്ടത് അതെല്ലാം അവിടെ സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ സമ്മ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എഗെയിൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഫോർമുലയാണ് കിടക്കുന്നത്. നമ്മളിത് കോപ്പി ചെയ്ത് വാല്യൂസ് ആയിട്ട് പേസ്റ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അറിയാതെയെങ്കിലും നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻസ് എല്ലാം മിസ്സാവും. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് ഇത് ചെയ്യേണ്ടി വരും. ചിലപ്പം നമുക്ക് കൺട്രോൾ C അടിച്ചാൽ അണ്ടു ആവുമെങ്കിലും, പക്ഷേ എല്ലാ കേസിലും ഇപ്പം നിങ്ങൾ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല, അപ്പോൾ കറണ്ട് പോയി നിങ്ങളുടെ സിസ്റ്റം ഓഫായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അടുത്തൊരു ബുദ്ധിമുട്ടാവും. അപ്പം നിങ്ങൾ വീണ്ടും അത് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് ഓട്ടോ സേവ് ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോൾ നമുക്ക് ഓട്ടോ സേവ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൗഡിൽ ഇത് സേവ് ആയിക്കോളും. അപ്പം അതേപോലെ ഇതാണ് സമ്മിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി വരുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്ക് ആവറേജ് കാണണം എന്നിരിക്കട്ടെ. ഈക്വൽ ടു ആവറേജ്, രണ്ടാമത്തെ ഓപ്ഷൻ ആവറേജ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി സെലക്ട് ചെയ്യുകയാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആവറേജ് കിട്ടും. ഓക്കെ, ഇനി ഇതെല്ലാം മറ്റൊരു മാർഗ്ഗമുള്ളത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ നോക്കി കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആവറേജ് എത്ര എണ്ണമുണ്ട്, സം എത്രയാണ്. നിങ്ങൾക്കിത് എങ്ങും റെക്കോർഡ് ചെയ്യേണ്ട, എങ്ങും ഇതൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ അതാണ് ഫിൽറ്ററിൻ്റെയും അതേപോലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫിൽറ്റർ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഫിൽറ്റർ സെലക്ട് ചെയ്താൽ ആ ഒരു ഫിൽറ്റേഴ്സ് എല്ലാം പോകുന്നതാണ്. ഇനിയിപ്പം അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ ബ്ലാങ്ക്സ് റിമൂവ് ചെയ്യാം എന്നുള്ളത്. ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്ലാങ്ക്സ് ഇല്ല. ഇപ്പം ഞാനൊരു 2-3 ബ്ലാങ്ക്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു കമ്പനീസിൻ്റെ പേര് ഞാൻ കളഞ്ഞു, ഇതിപ്പോൾ ഒരു ബ്ലാങ്ക് ആണ്. അതേപോലെ ഇവിടെ ഞാനൊരു ബ്ലാങ്ക് ആക്കി, അതേപോലെ ഇവിടെയും ബ്ലാങ്ക് ആണ്, ആൻഡ് ഇവിടെയും ഞാൻ ബ്ലാങ്ക് ആക്കി. അപ്പം നോക്കിയേ, ഒറ്റ നോട്ടത്തിൽ എവിടെയൊക്കെ ബ്ലാങ്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിലും ഇപ്പോൾ ഒരു 1000 റോസ് ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ബ്ലാങ്ക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഓരോ ബ്ലാങ്കും കണ്ടുപിടിച്ച് കളയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച്
ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതെല്ലാം കൂടി സെലക്ട് ചെയ്യുക. ഫൈൻഡ് ആൻഡ് സെലക്ട് ഇവിടെ ഉണ്ട്. ഫൈൻഡ് ആൻഡ് സെലക്ട് നമ്മുടെ റിബണിൽ പോയി ഫൈൻഡ് ആൻഡ് സെലക്ട് ഉണ്ട്. അതിൽ ഗോ ടു സ്പെഷ്യൽ ആൻഡ് അതിൽ ബ്ലാങ്ക്സ് ക്ലിക്ക് ഓൺ ഓക്കെ. ഇതിപ്പം കണ്ടോ, ആ ബ്ലാങ്ക്സ് എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്ലാങ്ക്സിൻ്റെ അവിടെ നിങ്ങൾ കൊണ്ടുവച്ചിട്ട് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഷിഫ്റ്റ് സെൽസ് അപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്ലാങ്ക്സ് എല്ലാം റിമൂവ് ആവുന്നതാണ്. ഓക്കെ, ഈ സെയിം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ ഇതേ വാല്യൂസ്, ഈ 3 വാല്യൂസ് എഗെയിൻ ഇതിൽ ഒന്നുകൂടെ കോപ്പി ചെയ്യണം. ഓക്കെ, നമുക്ക് ഇത്രയും വാല്യൂസ് ഉണ്ട്, 23 വാല്യൂസ് ഇൻ ടോട്ടൽ ഉണ്ട്. അതിൻ്റെ അത് 3 എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോളം സെലക്ട് ചെയ്തിട്ട് ഡേറ്റയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ, അതായത് ടെക്സ്റ്റ് കോളംസിൻ്റെ തൊട്ട് അടുത്തായിട്ട് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പാൻഡ് ദ സെലക്ഷൻ ആവാം, അതായത് എല്ലാം സെലക്ട് ആക്കും. അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ വിത്ത് കറണ്ട് സെലക്ഷനും ആവാം. എന്നിട്ട് നമ്മൾ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് റിമൂവ് ആവുന്നതാണ്. ഓക്കെ, 3 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്. അപ്പം നിങ്ങൾ നോക്കിയേ, നേരത്തെ നമുക്ക് ഇത്രയും വാല്യൂസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും നമുക്ക് അത്രയും വാല്യൂസ് ഉണ്ട്, ആ ഡ്യൂപ്ലിക്കേറ്റ്സ് പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്തത് വരുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം റീപ്ലേസ് ചെയ്യണം എന്നിരിക്കട്ടെ. ഇപ്പോൾ അതിനിപ്പോൾ എന്താ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പം ഇതിൻ്റെയൊക്കെ ലാസ്റ്റിൽ ഞാൻ ഓരോ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഓക്കെ, ഈ 3 എണ്ണത്തിന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പോൾ എനിക്ക് ഈ ഫുൾ സ്റ്റോപ്പുകളെല്ലാം റിമൂവ് ആക്കണം. അല്ലെങ്കിൽ അതിന് പകരം .com എന്നായിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ .com എന്നിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ .coms എല്ലാം റിമൂവ് ചെയ്യണം. അപ്പം അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ഞാൻ സെലക്ട് ചെയ്തു ആൻഡ് എനിക്ക് ചെയ്യേണ്ടത് ഏതാണോ ആ ഏരിയ ഞാൻ സെലക്ട് ചെയ്തു. അത് മറ്റേ ആ .com എന്നുള്ളത് ഞാൻ കോപ്പി ചെയ്തേക്കാണ്. എന്നിട്ട് ഞാൻ ഇത് ഇത്ര ഏരിയ സെലക്ട് ചെയ്തു. Ctrl+H ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഉണ്ട്. അതിൽ ഫൈൻഡ് വാട്ട്, അതായത് എന്താണോ റീപ്ലേസ് ചെയ്യേണ്ടത്, ഞാൻ ആ കോപ്പി ചെയ്ത വാല്യൂ അവിടെ പേസ്റ്റ് ചെയ്തു. .com റീപ്ലേസ് ചെയ്യണം. എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ഒന്നുകിൽ എനിക്ക് സ്പേസ് ആക്കാം, അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട, ജസ്റ്റ് അത് റീപ്ലേസ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് അവിടുന്ന് റിമൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ. റീപ്ലേസ് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾ ഡൺ, വി മെയ്ഡ് 3 റീപ്ലേസ്മെൻറ്റ്സ്. ക്ലോസ് ചെയ്തിട്ട് നോക്കിയേ, നമ്മളിവിടെ .com മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വാല്യൂസൊക്കെ നമ്മളിപ്പം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരു കാര്യം വരുന്നതാണ്, നമുക്ക് പുതിയൊരു ഷീറ്റിലോട്ട്, അതായത് ഇതിപ്പം നമ്മുടെ ഒരു ഒറിജിനൽ ഡാറ്റ ആണെന്നിരിക്കട്ടെ, നമുക്കൊരു ഷീറ്റിൽ ജസ്റ്റ് റഫ് വർക്ക്സ് ചെയ്യണം. അപ്പം ചില ഫിൽറ്റേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഷീറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, വേറൊരു ഫയൽ ഓപ്പൺ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പക്ഷേ ഈ ഒരു ഫയലിൽ തന്നെ പുതിയൊരു ഷീറ്റ് വേണം. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് സൈൻ കാണാം അല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഷീറ്റ് വരും. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷീറ്റിന് റീനെയിം ചെയ്യാം, റഫ് വർക്ക്. ഓക്കെ, അത് നമുക്കങ്ങനെ റീനെയിം ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഡാറ്റ കോപ്പി ചെയ്യാം. അപ്പോൾ അത് കോപ്പി ചെയ്യാനുള്ളൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+A ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആവും. ആൻഡ് Ctrl+C കോപ്പി ആവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ Ctrl+V പേസ്റ്റ് ആവും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇത് എക്സ്പാൻഡ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇതെനിക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഒന്നുകിൽ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഡ്രാഗ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എക്സ്പാൻഡ് ആയി. ഓക്കെ, ഇനി ഇതല്ല, മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് Ctrl+C അടിച്ചിട്ട് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി അടിച്ച് പേസ്റ്റ് ചെയ്യേണ്ടി വരും. വേറൊരു കാര്യം ഉള്ളത്, ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു 1000 റോസ് ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ലാസ്റ്റ് റോ നിങ്ങൾക്ക് അറിയില്ല, ലാസ്റ്റ് റോ എത്രാമത്തേതാണെന്നുള്ളത്. അപ്പം നിങ്ങൾ ഒന്നുകിൽ ഈ സൈഡിൽ കാണുന്ന ബാറിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കി കൗണ്ട് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ ഇതിലൊരു എളുപ്പവഴി ഉള്ളത്, നിങ്ങൾ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, Ctrl+Shift+Down ആരോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര വാല്യൂസ് ഉണ്ടോ കറക്റ്റ് അത്രയും വാല്യൂസ് സെലക്ട് ആവും. സെയിം ഈസ് ആപ്ലിക്കബിൾ ഫോർ റോസ്. Ctrl+Shift+Right ആരോ, ഇതിപ്പം അത്രയും വാല്യൂസ് മാത്രമായിട്ട് സെലക്ട് ആയി. ഓക്കെ, ഇപ്പം നമ്മുടെ 2 ഷീറ്റ് ഉണ്ടല്ലോ. ഇനിയും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ VLOOKUP എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ 2 ഷീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഫയലുണ്ട്. അപ്പം ഒരു ഫയലിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റയും അടുത്തൊരു ഫയലിൽ അടുത്തൊരു സെറ്റ് ഓഫ് ഡാറ്റയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് തമ്മിലുള്ളൊരു കോമൺ വാല്യൂസ് കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഫസ്റ്റ് ഷീറ്റിൽ നിന്ന് ഞാൻ ഈ ഫസ്റ്റ് 3 കോളംസ് ഡിലീറ്റ് ചെയ്തു.
ഓക്കെ, ഇപ്പോൾ എൻ്റെ കമ്പനി നെയിംസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഐ വാണ്ട് ടു നോ ദ എംപ്ലോയി നമ്പേഴ്സ് ഇൻ ഈച്ച് കമ്പനി. അപ്പം നിങ്ങൾക്ക് റഫ് വർക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് കമ്പനി നെയിം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഒരു റിയൽ ലൈഫ് സിനാരിയോ വരുമ്പം നിങ്ങൾ 3-4 പേരിടുന്ന ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ കമ്പനിയുടെ നെയിംസ് കണ്ടുപിടിക്കാം, ഒരാൾ അപ്പോൾ അടുത്ത കമ്പനി നെയിംസും പ്ലസ് എംപ്ലോയി നമ്പറും കണ്ടുപിടിക്കും, ഒരാൾ കമ്പനി നെയിംസ് ആൻഡ് അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കും, ആൻഡ് ഒരാൾ കമ്പനി നെയിംസ് ആൻഡ് ലൊക്കേഷൻ കണ്ടുപിടിക്കും. ആൻഡ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ലാസ്റ്റിൽ ഒരു ഫയലിലാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വി ലുക്കപ്പ് ഒക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ ടു വി ലുക്കപ്പ് സജഷൻ വരും, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ലുക്കപ്പ് അറേ, അതായത് എന്ത് വാല്യൂസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഫസ്റ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്യുക, കോമ ടേബിൾ അറേ, അതായത് എവിടെയാണോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഷീറ്റിൽ പോയി ഇത്രയും വാല്യൂസ് ആണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, കോമ എന്ത് വാല്യൂ ആണോ എനിക്ക് റിട്ടേൺ വേണ്ടുന്നത്. അപ്പം എംപ്ലോയി കൗണ്ട് ആണ് എനിക്ക് റിട്ടേൺ കിട്ടുന്നത്. അതായത് അത് എത്രാമത്തെ കോളമാണ്, 1, 2, 3, 4ാമത്തെ കോളം 4, കോമ അടുത്ത് വരുന്ന ട്രൂ ഓർ ഫോൾസ്, അതായത് അപ്രോക്സിമേറ്റ് മാച്ച് ആണോ വേണ്ടത് അതോ എക്സാക്ട് മാച്ച് ആണോ വേണ്ടത്. എനിക്ക് എക്സാക്ട് മാച്ച് ആണ് വേണ്ടത്. കാരണം ഈ അപ്രോക്സിമേറ്റ് മാച്ച് എന്ന് പറയുമ്പം രണ്ടെണ്ണത്തിൻ്റെ അകത്തും ലിമിറ്റഡ് ഉണ്ട് എന്ന് കരുതിയിട്ട് അത് ചിലപ്പം നമുക്ക് കിട്ടിയെന്നിരിക്കും. ഓക്കെ, അപ്പം എക്സാക്ട് മാച്ച് നമ്മൾ കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. സി, എനിക്ക് ഈ കോർപ്പറേഷൻ്റെ അവിടെ ഈ ഒരു കമ്പനിയിലുള്ള ഈ ഒരു 314E കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിൻ്റെ കൗണ്ട് കിട്ടി. ഈ സെയിം സാധനം ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നോക്കുക, ഇവിടെ നമ്മൾ കൊണ്ട് മൗസ് പോയിന്റർ വെച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ പ്ലസ് മാർക്ക് വരും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം താഴേക്ക് ആ വാല്യൂസ് വരും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ആലിയൻസ് ഗ്രൂപ്പിൽ നമ്മൾ നോക്കിയപ്പോൾ 34,000 എംപ്ലോയീസ് ആണുള്ളത്. ഇവിടെ വന്ന് ഒന്നുകൂടെ നോക്കാം, ആലിയൻസ് ഗ്രൂപ്പ് എവിടെ, 34,000 എംപ്ലോയീസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് കിട്ടി. അഗെയിൻ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫോർമുലയാണ്. ഈ വാല്യൂസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് വാല്യൂസ് ആയിട്ട് തന്നെ പേസ്റ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷീറ്റ് അറിയാതെ റഫ് വർക്കിന് ശേഷം ഈ ഷീറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും നേരം ചെയ്തത് ഒരു പക്ഷെങ്കിൽ ഡിലീറ്റ് ആയി പോയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അതാണ് വി ലുക്കപ്പ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് ഉണ്ടാക്കണം എന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു ഗ്രാഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ 2 കോളംസ് ആണുള്ളത്, എംപ്ലോയി ഡോട്ട് കൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കോളംസ് ആണുള്ളത്, കമ്പനിയുടെ പേരും അതേപോലെ എംപ്ലോയി കൗണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഞാൻ സെയിം ഫോർമാറ്റിലൊക്കെ ആക്കുകയാണ്. ഹോമിൽ ഫോർമാറ്റ് പെയിൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് സെയിം ഫോർമാറ്റിലാക്കാൻ പറ്റും. ഓക്കെ, എല്ലാം കൂടെ ഞാൻ സെലക്ട് ചെയ്തു, ബോർഡറും സെറ്റ് ചെയ്തു. ഇനിയും എനിക്കിതിൽ നിന്നൊരു ഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി എനിക്ക് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഗ്രാഫ്സിൻ്റെ റെക്കമെൻഡഡ് ചാർട്ട്സ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഓരോ കമ്പനീസിലുള്ള എംപ്ലോയീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ബാർ ചാർട്ട് സെലക്ട് ചെയ്യുകയാണ്, ഓക്കെ ക്ലിക്ക് ചെയ്തു. സി, നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും എംപ്ലോയി കൗണ്ട്, അതേപോലെ കമ്പനീസിൻ്റെ നെയിംസും ആണ് ഇവിടെ വരിക. അപ്പം ഇവിടെ നോക്കി ഓരോ കമ്പനീസിലും എത്ര പേരുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഗ്രാഫിൽ കൂടെ അറിയാൻ പറ്റും. അതിന് ലേബൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ലേബൽസ് ഉണ്ട്. ഇത് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റൊരു ഓപ്ഷനാണ് ഇതിൻ്റെയൊക്കെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓരോ സ്റ്റൈലിൽ നിങ്ങൾക്കിത് മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് ജസ്റ്റ് ബേസിക്കലി നിങ്ങൾക്കിപ്പം ഈ ഡാറ്റയിൽ ഇൻസെർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ചാർട്ടുകളാകാം, പൈ ചാർട്ടാക്കാം, അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് ആകാം. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റയ്ക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം 2 റോസിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് ഈ ഒരു സെയിം റോ ഞാൻ ഇവിടെ കോപ്പി ചെയ്യുകയാണ്. അപ്പം ഇത് രണ്ടിൻ്റെ അകത്തും നിങ്ങൾക്കറിയില്ല എത്ര എണ്ണം ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഇത്രയും ഡാറ്റ റിമൂവ് ചെയ്തു. അപ്പം ഇവിടെ നമുക്ക് 2 കോളംസ് ഓഫ് ഡാറ്റ ഉണ്ട്, പക്ഷേ ഇതിലേതൊക്കെയോ യുണീക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിലേതൊക്കെയോ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം? ഒരു കോളത്തിലുള്ള ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡാറ്റയിൽ പോയി നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. പക്ഷേ 2 എണ്ണത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് കമ്പയർ ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 കോളം കൂടി സെലക്ട് ചെയ്യുക. അതായത് ഞാൻ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം ഇത് സെലക്ട് ചെയ്തു, കൺട്രോൾ ക്ലിക്ക് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഹോമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കാണാം. അതിൽ ഹൈലൈറ്റ് സെൽ റൂൾസ് കാണാം, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കാണാം.
ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പം ഈ രണ്ടും നിങ്ങൾ നോക്കിയേ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉള്ള ആ വാല്യൂസ് മാത്രം ആ സെല്ലിൽ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി ഇത് ഇത്രയുമാണ് യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 റോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 1000 റോസ് ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് നേരെ ഫിൽട്ടർ അപ്ലൈ ചെയ്യുക. ശേഷം ആ ഫിൽട്ടർ ബൈ കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. നമ്മളിങ്ങനെ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സെല്ല് നിങ്ങൾ ഹൈലൈറ്റ്, അതായത് ഇങ്ങനെ ഒരു റോ സെലക്ട് ചെയ്ത് ഒരു കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒക്കെ നമുക്ക് ഫിൽട്ടർ ബൈ കളർ എന്നൊരു ഓപ്ഷൻ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഫിൽട്ടർ ബൈ കളർ ചെയ്ത് കഴിയുമ്പോൾ ഈ കളറിലുള്ളത് മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തു. ഈ കളറിലുള്ള റോസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ, ഞാൻ അതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് റോ കൊടുത്ത് റിമൂവ് ചെയ്തു. എന്നിട്ട് ഫിൽറ്റർ ക്ലിയർ ചെയ്തു. യൂണീക്ക് ആയിട്ടുള്ള വാല്യൂസ് എനിക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ സോഫാർ നമ്മൾ എന്തൊക്കെ നോക്കി നോക്കാം. പുതിയൊരു ഫയൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കി, പുതിയൊരു ഷീറ്റ് എങ്ങനെ ഒരു ഫയലിൽ ഓപ്പൺ ചെയ്യാം, അതെങ്ങനെ റീനെയിം ചെയ്യാം നോക്കി, കോപ്പി എങ്ങനെ ചെയ്യാം, പേസ്റ്റ് എങ്ങനെ ചെയ്യാം, അതേപോലെ ഒരു സെല്ലിലുള്ള വാല്യൂസ് താഴേക്ക് എങ്ങനെ ഡ്രാഗ് ചെയ്യാം, സെയിം വാല്യൂസ്, അതേപോലെ സീരിയൽ നമ്പർ ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാണ്ട് ഡ്രാഗ് ചെയ്യാമെന്നത് മനസ്സിലായി, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാമെന്ന് മനസ്സിലായി, എങ്ങനെ കോളംസ് ഇൻസേർട്ട് ചെയ്യാം, റോസ് ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ കോളംസും റോസും മൂവ് ചെയ്യാം, അതേപോലെ എങ്ങനെ അത് ഫോർമാറ്റ് ചെയ്യാം, ആൻഡ് എങ്ങനെ മെർജ് ചെയ്യാം, അതേപോലെ ടെക്സ്റ്റ് റാപ്പ് ചെയ്യാം, പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ആവറേജ്, ഡിവിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫോർമുലാസ്, പിന്നെ നമുക്ക് എങ്ങനെ ബോർഡേഴ്സ് കൊടുക്കാം, അതേപോലെ കളേഴ്സ് കൊടുക്കാം, ഫിൽറ്റർ കൊടുക്കാം, ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ റിമൂവ് ചെയ്യാം, എങ്ങനെ കമ്പയർ ചെയ്യാം, എങ്ങനെ ബ്ലാങ്ക്സ് റിമൂവ് ചെയ്യാം, പിന്നെ എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, ഇപ്പോൾ നമ്മൾ .com റീപ്ലേസ് ചെയ്ത പോലെ, ആൻഡ് പിന്നെ നമ്മൾ VLOOKUP ഫംഗ്ഷനാലിറ്റി ആൻഡ് ഗ്രാഫ്സ്. സോ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ, ഇത്രയും എസ്പെഷ്യലി നിങ്ങളുടെ ജോലിയിലോട്ടൊക്കെ തുടങ്ങുന്ന സമയമാണെങ്കിൽ ഈ ഒരു ബേസിക്സ് മതിയാവും നിങ്ങൾക്ക്. ഒരു ബിഗിനർ എന്ന നിലയിൽ ഈ ഒരു ബേസിക്സ് നിങ്ങൾക്ക് ആവശ്യത്തിലധികമാണ്. അപ്പം ഇതിൽ നിന്നാണ് ബാക്കി ലോജിക്ക് നിങ്ങൾ ബിൽഡ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോ ഫംഗ്ഷനാലിറ്റി ഇപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് എക്സലിനെ പറ്റി ഏകദേശം ഒരു ഐഡിയാസ് മനസ്സിലായി, എക്സലിൽ ഉള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾക്കൊരു ഊഹം കിട്ടി. ഇതിപ്പം നമ്മളൊരു 5% പോലും എക്സലിൽ ടോട്ടൽ കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു ബിഗിനർ ലെവലാണെന്ന് പറയാൻ കാരണം. അപ്പം നിങ്ങളൊരു ഇനിയിപ്പം നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഐഡിയാസ് കിട്ടും. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു ലോജിക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ ഒരു ടെക്നിക്ക് അറിയാമെന്നുണ്ടെങ്കിലൊക്കെ പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.